കൺസോൾട്ടേഷൻ്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് ചർച്ച ചെയ്യേണ്ടി വരും. നമുക്കിപ്പോൾ അതിനുള്ള സമയക്കുറവുണ്ട്. വസന്ത് പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വലതുപക്ഷ നിരീക്ഷണത്തിൻ്റെ പ്രതീകമായിട്ട് വന്ന സുഹൃത്ത് വീണ്ടും വാദിച്ച് ഏത് അപകടത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു, ക്രൈസിസ് മാനേജ്മെൻറ്റ് ഭരണാധികാരിയുടെ മികച്ച പ്രവർത്തനത്തിൻ്റെ വിജയമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളെ തൂത്തെറിയുക, അവരെ ചേർത്ത് പിടിക്കാതെ വന്നാൽ ആ ഭരണാധികാരി ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടും. നിങ്ങളിപ്പോൾ കുറ്റപ്പെടുത്തുന്നത് അത്തരം ഒരു പ്രതിസന്ധിയിൽ ജനങ്ങൾ ഡിപ്പെൻഡായി. അവർ ഡിപ്പെൻഡഡ് ആയത് എന്തുകൊണ്ടാണ്? ഗവൺമെൻറ്റിനെ വിശ്വസിക്കാവുന്നുള്ളത് കൊണ്ടാണ്. ആ നേട്ടം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുക തന്നെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ അങ്ങയുടെ വിഷമം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തെക്കുറിച്ച് മാത്രമേ അങ്ങക്ക് ഉത്കണ്ഠയുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു കടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങ് വലതുപക്ഷം നിരീക്ഷിച്ച് ഈ കേരളം എന്ന് പറഞ്ഞാൽ സഖ്യപർവ്വത്തിന് പടിഞ്ഞാറും കന്യാകുമാരിക്ക് ഇപ്പുറം അല്ലെങ്കിൽ പിന്നെ കളിയിക്കാവളയ്ക്ക് ഇപ്പുറയ്ക്കും കാസർഗോഡിന് ഇപ്പുറത്തുള്ള പ്രത്യേക ഒരു രാജ്യമൊന്നുമല്ല. ഇവിടുന്ന് തികുതി പിരിച്ചുകൊണ്ട് പോകുന്ന ഒരു കേന്ദ്ര സർക്കാരുണ്ട്. അങ്ങയുടെ വായിൽ നിന്ന് ആ സർക്കാരിനെ കുറിച്ച് വാക്കുകൾ വീഴത്തില്ല. അവർ ഈ കട എത്രയാണെന്നറിയാമോ? അവർ 2 ലക്ഷം കോടിക്ക് മുകളിലാണ് അവരുടെ കടം. അതായത് പ്രതിശീർഷ വരുമാനത്തിൻ്റെ 60% കൂടുതൽ അവർ കടത്തി നിൽക്കുന്നേ. കേരളം പ്രതിശീർഷ വരുമാനത്തിൻ്റെ 37%. കേരളത്തെക്കാൾ കൂടുതൽ കടമുള്ള 12 സ്റ്റേറ്റ് ഇന്ത്യ രാജ്യത്തുണ്ട്. കേരളം കടമെടുക്കുന്നതിൻ്റെ പരിധി കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ് വെട്ടിക്കുറച്ചിട്ടുണ്ട്. കടമെടുക്കാവുന്നതിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു പൈസ കേരളം കടമെടുത്തിട്ടില്ല. റിസർവ് ബാങ്കിൻ്റെ സാക്ഷ്യപത്രമുണ്ട് അതിനകത്ത്. എന്നിട്ട് പോലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സംസ്ഥാനത്തിന് തരേണ്ട നികുതി വിഹിതം ജനസംഖ്യാനുപാതികമായിട്ട് 3.9 തരുന്നത് 1.9. അതിൽ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ 4 ലക്ഷം കോടിയുടെ കുറവുണ്ട്. എന്നിട്ടും കേരളത്തിൽ പെൻഷൻ മുടങ്ങിയില്ലെന്ന് മാത്രമല്ല, ശ്രീ വസന്ത് പറയുന്നത് പെൻഷൻ കിട്ടാത്ത ഒരാളിന്റെ പേര് പറഞ്ഞാട്ടെ പെൻഷൻ കിട്ടാത്ത. UDFന്റെ ഭരണകാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക കിട്ടതിന്റെ അനുഭവം അവർക്ക് ഇപ്പോഴും ഉണ്ട്. ഇവിടെ 2000 രൂപ വെച്ച് 62 ലക്ഷം പേർക്ക് പെൻഷനാ, 5 ലക്ഷം വീടാ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് റോഡ് ഉണ്ടാക്കാൻ 5800 കോടി കൊടുത്തിട്ട് നിൽക്കുക. 100 കണക്കിന് പാലങ്ങളും റോഡുകളും ഇലക്ട്രിസിറ്റിയും സ്കൂളുകളും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മികച്ചതാക്കിയെന്നുള്ളതാണ് പിണറായി വിജയനെ കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾ അധികാരത്തിലേറ്റാൻ കാരണം. അതോടൊപ്പം ക്രൈസിസ് വന്നപ്പോൾ അദ്ദേഹം ആകാശത്ത് പരുന്ത് പറന്ന് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ ശ്രമിക്കുമ്പോൾ തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ചേർത്ത് പിടിക്കുന്നത് പോലെ ഈ കേരളത്തിലെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്തതിന്റെ തെളിവ ഇവിടെ കിട്ടിയ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ഇനി അതാണ് അതിനെക്കുറിച്ച്. ഇനി വസന്ത് പറഞ്ഞ കണക്കിലേക്ക് വന്നാൽ, ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മാധ്യമങ്ങൾ, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട UDF മാധ്യമമായ ഒരു പത്രം പറഞ്ഞത് 110 സീറ്റ്, അത് അവർ പറഞ്ഞ മാത്രമല്ല യാഥാർത്ഥ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 110 സീറ്റ് നിങ്ങൾ UDFന് കിട്ടി, ഞങ്ങൾക്ക് 30 സീറ്റിലെ ഭൂരിപക്ഷമുള്ളൂ. തർക്കമില്ലല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 87 സീറ്റിൽ ഭൂരിപക്ഷം കിട്ടി, അല്ല 83 സീറ്റിൽ. ഞങ്ങൾക്ക് 57 സീറ്റിലെ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ. അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 57 സീറ്റ് ഭൂരിപക്ഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കേവലം 30 സീറ്റിലെ ഭൂരിപക്ഷം. അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഞങ്ങൾ തദ്ദേശത്തിലേക്ക് എത്തിയപ്പോൾ 27 സീറ്റ് അധികമായിട്ട് കിട്ടി ഞങ്ങളുടെ കയ്യിൽ. ആ ഞങ്ങൾക്ക് 57 നിന്ന് ഞങ്ങൾ ഒരു 20 സീറ്റ്, 27 ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, 20 സീറ്റ് നിങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ചാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോവുക. അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് UDF അത് ഗ്രാജുവലി ബെറ്റർ ആണെന്ന് പറയുന്നതിന് എന്താ മറുപടി? ഡോക്ടർ ഗോപനോട് ഒരു സംശയം. നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപ്പൊ ലോകസഭയിലെ നിന്ന് വ്യത്യാസമായി തദ്ദേശത്തിൽ മാറ്റം ഉണ്ടായി. ആ മാറ്റം ഇപ്പൊ ഉണ്ടാകുന്നത് വസന്ത് തന്നെ സംബന്ധിച്ചിരിക്കുക കണക്ക് വെച്ചിട്ട്. ശരി ആ പോയിന്റ് നിൽക്കട്ടെ. ശരി അല്ല, മിഥുൻ വിജയകുമാർ, ഇവിടെ LDF തുടരാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് താങ്കൾ പറയുമ്പോഴും LDF തുടരുകയും കോൺഗ്രസ് അധികാരത്തിന് പുറത്ത് നിരന്തരമായി നിൽക്കുകയും അത് തകരുകയും അതുവഴി മാത്രമേ BJPയുടെ രാഷ്ട്രീയത്തിന് കടന്നു വരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന BJPക്കാരുണ്ട്, RSSകാരുണ്ട്, ഹിന്ദുത്വ ഐഡിയോളജിസ്റ്റുകളുണ്ട്. അവരത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആഗ്രഹിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം കേന്ദ്രത്തിലെ BJP ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു വികാസമായിരിക്കില്ല. കോൺഗ്രസിന് കൂടുതൽ MLAമാർ, കോൺഗ്രസിന് കൂടുതൽ രാജ്യസഭാംഗങ്ങൾ, കോൺഗ്രസിന് കൂടുതൽ ഫണ്ട് കിട്ടുന്ന സംസ്ഥാനങ്ങൾ, അത് ഉണ്ടാവാതിരിക്കാനല്ലേ BJP ദേശീയ നേതൃത്വവും ആഗ്രഹിക്കുന്നുണ്ടാവുക. അങ്ങനെ പ്രചരിപ്പിച്ച നേതാക്കളെ നമുക്കിവിടെ അറിയാം. സോ അതുകൊണ്ട് ആ ഒരു സംഗതി വർക്ക് ചെയ്തിട്ടുണ്ടാവുമോ ലെഫ്റ്റിന് അനുകൂലമായി?